ദാവീദിനെ പോലെ കർത്തൃസന്നിധിയിൽ അണഞ്ഞ് പാപത്തിൻ്റെ ഭീകരത മനസ്സിലാക്കി ദൈവകരുണയിൽ പൂർണ്ണമായി ശരണപ്പെടുകയും ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ആ സങ്കീർത്തനക്കാരനോടൊപ്പം നിന്ന് പ്രത്യാശയോടെ കർത്തൃസന്നിധിയിലേക്ക് ഉറ്റുനോക്കുകയും ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നതും സ്വർഗീയ ആരാധന നിർവഹിക്കുന്നതുമായിട്ടുള്ള ദേവാലയത്തിൻ്റെ കുദാശയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ദാരിദ്ര്യമല്ല ദൈവത്തിൻ്റെ കാരുണ്യമാണ് വിലപ്പെട്ടത് എന്ന് അറിഞ്ഞും അനുഭവിച്ചും അറിയിച്ചും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ വിനയപൂർവ്വം നമുക്ക് പ്രവേശിക്കാം. കുദാശയുടെ സമ്മാനത എല്ലാ തലങ്ങളിലും നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവശ്യിച്ച് നമ്മളെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഉയർത്തുമ്പോൾ അവിടെ ലഭ്യമാകുന്ന കാരുണ്യത്തെക്കുറിച്ച് ദൈവത്തിന് സ്തുതിഗീതങ്ങൾ അർപ്പിക്കാനും ദൈവം കുടികൊള്ളുന്ന ഒരു തലമായി അതിനെ വേർതിരിക്കുമ്പോൾ അതിൻ്റെ വിലയും നിലയും ഉൾക്കൊള്ളുവാനും ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടുക എന്നുള്ളതാണ് കരുണ്യം. ഈ ദേവാലയം പുതുക്കി പണിതപ്പോൾ ഇതുമാത്രം തുക ചെലവഴിക്കേണ്ടി വന്നു, ആരെല്ലാം അധ്വാനിക്കേണ്ടി വന്നു എന്നുള്ളതെല്ലാം നമുക്കറിയാം. ഇതിന് ബാഹ്യമായിട്ടുള്ള സൗന്ദര്യവും ബലവും ശക്തിയും ഉറപ്പും ബോധ്യപ്പെട്ടാണ് ഈ പ്രക്രിയ പൂർത്തീകരിക്കുന്നത്. അതിനേക്കാൾ താല്പര്യപൂർവ്വം ഉയരത്തിൽ നിന്നുള്ള ദർശനവും കൃപകളും അനുഗ്രഹങ്ങളും നൽവരങ്ങളും കാരുണ്യവും നമുക്ക് കൈമാറുന്ന വിലപ്പെട്ട അവസരമാണിതെന്ന് നമുക്കറിയാം. അടുത്ത 40-ാം വെള്ളിയാഴ്ച പരിശുദ്ധ മൊറോൻ കുദാശയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. മൊറോൻ കുദാശ നടക്കുന്നതും അതിൻ്റെ ഉപയോഗവുമൊക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അനുഭവമാക്കുന്നതാണ്. ദേവാലയ കുദാശയുടെ സമയത്തും മാമോദിസയുടെ സമയത്തുമാണ് പരിശുദ്ധ മൊറോൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ദേവാലയ കുദാശയുടെ സമയത്ത് അനുഗ്രഹകരമായ കർത്തൃസന്നിധിയിൽ അണയുമ്പോൾ നൂറ്റാണ്ടുകളായിട്ട് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന നൽവരങ്ങളുടെ സമൃദ്ധി അതിനെ പൂർണ്ണതയിൽ അനുഭവിക്കാനും ദൈവത്തെ സ്തോത്രം ചെയ്യുവാനും എല്ലാ കൂദാശകളും നിർവഹിക്കുവാനും സ്വർഗീയ ആരാധനയ്ക്ക് യോഗ്യമായി എന്നെ രൂപാന്തരപ്പെടുത്തുവാനും തക്കവണ്ണം ധ്യാനത്തിലും പ്രാർത്ഥനയിലും ജാഗരണത്തിലും അനുതാപത്തിലും ഒരുക്കത്തിലും നാളുകൾ ചെലവഴിച്ച് അത് വിശുദ്ധിയോടെ വേർതിരിച്ച് സഭയുടെ പ്രധാന മേലധ്യക്ഷൻ്റെ ഉത്തരവാദിത്തത്തിൽ അത് നിർവഹിക്കുമ്പോൾ പോലുള്ള കുദാശകൾക്ക് അത് വേർതിരിക്കുകയും ദൈവകൃപ സമൃദ്ധമായിട്ട് അനുഭവപ്പാൻ തക്കവണ്ണം അത് നമുക്കായി വേർതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് ദീർഘമായി പറയുകയല്ല. ഇന്നലെ 2 ഭാഗങ്ങൾ പൂർത്തീകരിച്ചു. ഇനിയും കുദാശയുടെ 2-ാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അങ്ങനെ കുദാശ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ദീപബലിയിലേക്ക് പ്രവേശിക്കുകയും സ്വർഗീയ ആരാധനയിൽ ആനന്ദത്തോടെ സ്തോത്രത്തോടെ വിനയത്തോടെ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. ഈ ധന്യമായിട്ടുള്ള മുഹൂർത്തത്തിൽ ദൈവകൃപയ്ക്കായി നമ്മെ തന്നെ വേർതിരിച്ച് വിനയപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കും.